ഒരുപാട് ഇന്റർവ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളോട് പറയാതെ ഇത് പൂർണ്ണമാകില്ല എന്ന് ഉം. തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ആശയം കൊണ്ട് എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് മിഷനെ സമീപിക്കേണ്ടത് എന്നുള്ള ആ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആ ഒരു കാര്യം കൂടെ സാർ ഒന്ന് അതെ, വിശദീകരിക്കാമോ? ഏറ്റവും എളുപ്പത്തിൽ ഞാൻ എല്ലാ ഇന്റർവ്യൂകളിലും പറയുന്നൊരു കാര്യം, ഏറ്റവും എളുപ്പത്തിൽ സ്റ്റാർട്ടപ്പ് മിഷനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് grants.startupmission.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി ഉം, ഒരു ഐഡിയ ഗ്രാൻറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഉം, അതായത് നിങ്ങൾക്കൊരു ആശയമുണ്ടെങ്കിൽ ആ ആശയത്തിന് സർക്കാർ 3 ലക്ഷം വരെ ഗ്രാൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ ആശയത്തിനല്ല, ആശയത്തിനെ ഉൽപ്പന്നമാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട്, ഉം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാതൃക സൃഷ്ടിക്കാനായിട്ട്. അതെ. ആ 3 ലക്ഷത്തിനുള്ള ഒരു ആപ്ലിക്കേഷനുണ്ട്. ആ ആപ്ലിക്കേഷൻ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. നിങ്ങളുടെ പേര്, വയസ്സ്, മറ്റു കാര്യങ്ങൾ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിച്ച് ഡെക്ക്, അതായത് നിങ്ങളുടെ ആശയം എങ്ങനെ നിങ്ങൾ ഉം, മറ്റൊരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള പ്രസൻറ്റേഷൻ കൂടി ചോദിക്കും. ഉം, ആ പ്രസൻറ്റേഷൻ ഉൾപ്പെടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പലപ്പോഴും ആശയങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഉം. മനസ്സിൽ അതിങ്ങനെ വെയ്ഗായിട്ട് കിടക്കും. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ അതെ, അതെ. നേരത്തെ വീണ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഉള്ളിൽ ചില ആശയങ്ങളുണ്ട്. അത് ഉം, കുളിമുറിയിൽ വെച്ചായിരിക്കും വരുന്നത്, അടുക്കളയിൽ വെച്ചായിരിക്കും വരുന്നത്, ചിലപ്പോൾ ഓഫീസിൽ വെച്ചായിരിക്കും വരുന്നത്. സോ പക്ഷേ ആ ആശയത്തിനെ നമ്മൾ എവിടെയെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാതെ, അതായത് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് അത് എഴുതുക എന്നുള്ളതാണ്. ഉം, ഒരാശയത്തിനെ പറ്റി നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റക്കാവും. ഉം, പിന്നെ നമുക്ക് ചിന്തകൾക്ക് കൂടുതൽ വ്യക്തത വരേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ആലോചിക്കും, അല്ലെങ്കിൽ വായിക്കും. അങ്ങനെ ഒരു ഒരു പേജ് നമ്മുടെ ആശയത്തിനെക്കുറിച്ച് എഴുതുമ്പോൾ തന്നെ ഉം. നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആ വ്യക്തതയില്ലാത്ത ആശയത്തിനെ ഒരു വ്യക്തതയുള്ള ആശയമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അവിടെയാണ് ഈ പ്രസൻറ്റേഷൻ്റെയൊക്കെ ഒരു ഒരു പ്രസക്തി എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെയും പ്രസക്തി അവിടെയാണ്. ഉം. അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. നമ്മളൊരു കമ്പനി Correct. തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കും, അത് എങ്ങനെ വിൽക്കാമെന്നുള്ളതിനെ പറ്റി ആലോചിക്കും, അതിന് മാർക്കറ്റ് ഉണ്ടോ ഉം, എന്നുള്ളതിനെ പറ്റി ആലോചിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ കൂടെ നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ ഉം. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായി. അതെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മളൊരു എക്സ്പെർട്ട് കമ്മിറ്റി, അതായത് ഇന്നാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ 45 ദിവസത്തിനകം നിങ്ങളെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വിളിക്കുകയും ഉം, അവർ നിങ്ങളുടെ ആശയത്തിനെ അസസ് ചെയ്യുകയും നിങ്ങൾക്ക് ഗ്രാൻഡ് തരുമോ തരില്ലേ ഉം. എന്നുള്ള ഒരു ഡിസിഷൻ പറയുകയും ചെയ്യും. അപ്പോൾ ആ ഓക്കെ. തരുമെന്നാണെങ്കിൽ യു ആർ ഇൻ ടു ദ സിസ്റ്റം. ആ പൈസ കിട്ടുന്നു, നിങ്ങൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു, അതിന് ഒരു KSM യൂണിക് ID കിട്ടുന്നു. പിന്നീട് നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷനുകളിലും ഉം, നിങ്ങൾ ഭാഗമാവും. ഉം. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും എളുപ്പമുള്ള വഴി. പിന്നെ ഉം. ഇതൊന്നും അല്ലാതെ തന്നെ നേരിട്ട് രജിസ്റ്റർ ചെയ്യാം ആസ് എ സ്റ്റാർട്ടപ്പ്. ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു കമ്പനി ഉണ്ട്, ആ. എനിക്ക് ഓൾറെഡി ഒരു ഉൽപ്പന്നമുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി രജിസ്റ്റർ ആസ് എ സ്റ്റാർട്ടപ്പ്.